നമസ്കാരം. കൊഴുപ്പ് നീക്കൽ ശസ്ത്രക്രിയയ്ക്കിടെയുണ്ടായ ഗുരുതര പിഴവുകൾ തുടർന്ന് യുവതിക്ക് വിരലുകൾ നഷ്ടമായ സംഭവത്തിൽ പ്രതികരിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. എളുപ്പത്തിൽ വണ്ണം കുറയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് ഇപ്പോൾ കെ.ബി. ഗണേഷ് കുമാർ പറഞ്ഞു. അടിയന്തര ശസ്ത്രക്രിയയായിരുന്നുവെന്നും കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അടിയന്തര ശസ്ത്രക്രിയ അല്ലല്ലോ നടത്തിയതെന്ന്, സൗന്ദര്യം വർദ്ധിപ്പിക്കാനുള്ളതല്ല എന്നും മന്ത്രി ചോദിക്കുന്നുണ്ട്. ശസ്ത്രക്രിയ നടത്തുന്ന വിദഗ്ധരായ ഡോക്ടർ തന്നെയാണെന്ന് അന്വേഷിച്ചിട്ട് പോകണമെന്നായിരുന്നുവെന്ന് ഇപ്പോൾ മന്ത്രി പറയുന്നു. മുൻകാലങ്ങളിൽ ശസ്ത്രക്രിയ ചെയ്തവരുടെ അനുഭവങ്ങൾ കണക്കിലെടുക്കണമെന്നായിരുന്നു. ഇത്തരം ശസ്ത്രക്രിയയുടെ പണിത ഫലം തന്നെ ഇപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. തിരുവനന്തപുരത്തെ കഴക്കൂട്ടത്താണ് കൊഴുപ്പ് നീക്കൽ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് തന്നെ ശസ്ത്രക്രിയയുടെ പിഴവ് മൂലം തുടർന്ന യുവതിയുടെ 9 വിരലുകൾ മുറിച്ചു മാറ്റിയത്. കഴക്കൂട്ടം കുളത്തൂരിൽ കോസ്മെറ്റിക് ആശുപത്രിയിൽ ചികിത്സ തേടി 31കാരി നീതുവിനാണ് ചികിത്സാ പിഴവിനെ തുടർന്ന് വിരലുകൾ മുറിച്ചു മാറ്റേണ്ടി വന്നത്. പ്രസവത്തിന് ശേഷമുള്ള വയറിലെ കൊഴുപ്പ് കുറയ്ക്കാൻ പരസ്യം കണ്ടാണ് നീതു കോസ്മെറ്റിക് ആശുപത്രിയിൽ ബന്ധപ്പെടുന്നത്. 5 ലക്ഷം രൂപയായിരുന്നു ശസ്ത്രക്രിയയ്ക്കായി നീതുവിൽ നിന്നും ലഭിച്ചത്. ആശുപത്രി ആവശ്യപ്പെട്ടതും എത്രയായിരുന്നു. ആദ്യം യുവതി പിന്മാറിയെങ്കിലും 3 ലക്ഷം രൂപയ്ക്ക് ചെയ്തു തരാമെന്നായിരുന്നു പിന്നീട് പറഞ്ഞതെന്നും ആശുപത്രിയിൽ നിന്നും നീതുവിനെ ബന്ധപ്പെട്ടായിരുന്നുവെന്നും പറയുന്നു. കഴിഞ്ഞ ദിവസം പേവിഷബാധയേറ്റ കുട്ടിയുടെ കുടുംബത്തിന് താങ്ങായി നിന്നിരുന്നു ഗണേഷ് കുമാർ. മന്ത്രി ഗണേഷ് കുമാർ അവിടെയും എത്തിയിരുന്നു. കുന്നിക്കോട് 7 വയസ്സുകാരി പേവിഷബാധയേറ്റ് മരിച്ച സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടതും മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ തന്നെയാണ്. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ ആരോഗ്യമന്ത്രിക്ക് കത്ത് നൽകി. വിളക്കോടി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ തന്നെ കുട്ടിക്ക് ലഭിച്ചത് മികച്ച ചികിത്സയെന്ന് മന്ത്രി പറഞ്ഞു. ഇന്നലെ രാത്രി നിയ ഫൈസലിന്റെ വീട് സന്ദർശിച്ച ശേഷമാണ് മന്ത്രിയുടെ പ്രതികരണം പുറത്തുവന്നത്. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ കുട്ടിയുടെ അമ്മയ്ക്കും ബന്ധുക്കൾക്കും മോശമുണ്ടായെന്ന് പറയുന്നു. അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും വകുപ്പ് മന്ത്രിയെ അറിയിക്കുമെന്നും കെ.ബി. ഗണേഷ് കുമാർ തന്നെ പറഞ്ഞു. മന്ത്രി വീട്ടിലെത്തിയതിന് പിന്നാലെയാണ് പുനലൂർ ആശുപത്രിയിൽ നേരിട്ട ബുദ്ധിമുട്ടുകൾ അറിയിച്ചത്. തുടർന്നാണ് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന് മന്ത്രി തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കുടുംബത്തിന് പരാതികൾ ആരോഗ്യമന്ത്രിയെ നേരിട്ട് അറിയിക്കാൻ സൗകര്യം ഒരുക്കുമെന്നും ഗണേഷ് കുമാർ തന്നെ ഉറപ്പു നൽകുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ മാസം 8-ാം തീയതിയാണ് കൊല്ലത്ത് വീടിന് മുൻപിൽ നിൽക്കുമ്പോൾ കുട്ടിക്ക് തെരുവ് നായയുടെ കടിയേറ്റത്. ഉടൻ തന്നെ ആശുപത്രിയിൽ പോയി എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകുകയും ചെയ്തു. വാക്സിനും ആരംഭിച്ചിരുന്നു. അതുപോലെ തന്നെ SIT ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയായിരുന്നു. പിന്നാലെയാണ് കുട്ടിയുടെ മരണം സ്ഥിരീകരിച്ചത്. റാബീസ് കേസുകൾ, അതായത് പേവിഷബാധ കേസുകൾ ക്രമാതീതമായി ഉയരുമെന്ന മുന്നറിയിപ്പുമായി ഇന്ത്യൻ വെറ്ററിനറി അസോസിയേഷൻ എത്തിയിട്ടുണ്ടായിരുന്നു. തെരുവ് നായ്ക്കളുടെ എണ്ണം കുറയ്ക്കണമെന്ന് കേരളത്തിലെ ഇന്ത്യൻ വെറ്ററിനറി അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ഡോക്ടർ വി.കെ.പി. മോഹൻകുമാർ പറഞ്ഞു. സമീപനങ്ങളിൽ തന്നെ നിയമങ്ങളിലും മാറ്റം അനിവാര്യമാണെന്ന് വെറ്ററിനറി ഡോക്ടർമാരുടെ സംഘടനയും പറഞ്ഞു. വന്ധ്യകരണം പദ്ധതി മാത്രമാണ് നിയന്ത്രണത്തിലുള്ള ഏക പോംവഴി എന്നത് പേവിഷബാധ കേസുകൾ വർദ്ധിപ്പിക്കും. അതുകൊണ്ട് തന്നെ അതിന് അടിയന്തരമായ കാര്യങ്ങൾ എടുക്കണമെന്നും അതിന്റെ ചികിത്സ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി മെച്ചപ്പെടുത്തേണ്ടതുണ്ടെന്നും ഡോക്ടർമാർ തന്നെ അറിയിക്കുന്നുണ്ട്.